അപ്പൊ ഇവിടെ ഇന്നലെ രാത്രിയിൽ നല്ല അസൽ ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നു. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ രാക്കെ ഓഫീസിൽ പോകാൻ റെഡി ആവുന്നുണ്ട്. അങ്കൂരൊന്നും സ്കൂളില്ല കേട്ടോ. ചോട്ടൂറാം ജയന്തി എന്നാണ് അവരുടെ സ്കൂളിൽ നിന്ന് തന്ന അറിയിപ്പ്. ബസന്ത് പഞ്ചമി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലും കൂടെ ആട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ വീണ്ടും 3 ഡിഗ്രിയിലൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. കാശ്മീരിലും ഷിംലയിലൊക്കെ മഞ്ഞ് വീടിന്റെ ഭാഗമായി നമ്മുടെ ടെമ്പറേച്ചർ ടിപ്പാവും. അതുകൊണ്ടാണ് അപ്പൊ രാവിലെ സിമ്പിൾ ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചായയാണ് കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ. ശരിക്കും മടിയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അങ്കൂരിന്റെ പാലും രണ്ടാമത്തെ ചായയാണ് ഇതാ ഞാൻ ചെറിയ ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഓൾറെഡി ഞാൻ വലിയൊരു കപ്പ് രാവിലെ കുടിച്ചു. അപ്പോൾ രാക്കി അത് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തണുപ്പ് ശരിക്കും കുറഞ്ഞു വന്നൊരു സമയത്ത് പെട്ടെന്ന് കൂടിയപ്പോൾ നല്ല മടിയായിരുന്നു രാവിലെ എഴുന്നേക്കാനായിട്ട്. മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഈ ഒരാഴ്ച ഇനി ഫുള്ള് ഒരുവിധം തണുപ്പ് കാണും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. കണ്ടറിയാം ഒരു ഐഡിയയും ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇത് പാലക് പക്കോടയാട്ടോ. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പക്കോട പറഞ്ഞപ്പോൾ അവര് കൊണ്ടുവന്നില്ല. പിന്നെ ഞാനത് വിളിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോഴത്തെ നമ്മുടെ വയറ് നിറഞ്ഞുകൊണ്ട് കഴിച്ചില്ല, ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നത് നമുക്ക് മൈക്രോവേവ് വെച്ചൊന്ന് ഗ്രില്ല് ചെയ്ത് ലഞ്ചിൻ്റെ കൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു പരീക്ഷണം ചെയ്യാൻ പോവാ കേട്ടോ. നമ്മുടെ ഹോട്ട് മിൽക്ക് കേക്ക് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹോട്ട് മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ചൂട് പാൽ ഒഴിച്ചിട്ടുള്ളൊരു കേക്കാണ്. നമ്മുടെ നോർമൽ കേക്ക് ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. അതിന് പകരം നമ്മുടെ ചൂട് പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആ രീതിയിൽ ഇതേ മിക്സ് ചെയ്തെടുത്തു. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന്, അതുകൊണ്ട് ഞാൻ കൂടുതൽ റെസിപ്പി എടുത്തില്ല. സക്സസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതേ ബാറ്റർ റെഡിയാക്കിയിട്ട് ഞാൻ എന്തായാലും മൈക്രോവേവിലേക്ക് വെക്കാൻ പോവുകയാണ്. ചൂട് പാലായതുകൊണ്ട് എങ്ങനെ ഇരിക്കും, എന്താകും ടേസ്റ്റ്, എന്താകും എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ടാപ്പ് ചെയ്തു. ഞാൻ ആസ് യൂഷ്വൽ നമുക്ക് എത്രയാണ് നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ മൈക്രോവേവ്, അതായത് കണ്ടക്ഷൻ അവൻ്റെ ചൂടനുസരിച്ച് വെച്ച് കൊടുക്കണം. എനിക്കിപ്പം ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് വേണം ഈ കേക്കിന്. എനിക്ക് ആ വെയിറ്റ് തോന്നിയപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ 150 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ പൊങ്ങിയൊന്നും അങ്ങനെ വരുന്ന കാണുന്നില്ല. എന്തായാലും ബേക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മഴ തകർത്ത് പെയ്യാണ്. രാത്രി ഫുള്ള് മഴയായിരുന്നു കേട്ടോ. നല്ല ഇടിയും മിന്നലും പേടിയാവുന്ന രീതിയിലുള്ള ഇടിയായിരുന്നു. എന്തായാലും ഇന്ന് സ്കൂളില്ലാത്ത കാര്യം ഞാൻ പറയല്ലോ. ശ്രീ ചോട്ടൂറാം ജയന്തി എന്നാണ് അവരുടെ നോട്ടീസിൽ വന്നത് സ്കൂളിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തരുടെ ജയന്തിക്ക് അവധി ഇങ്ങനെ ലോക്കലൊക്കെ കിട്ടുമല്ലോ, അതുപോലത്തെ ഒരു അവധി ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബസന്ത് പഞ്ചമി, നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് വാസന്ത പഞ്ചമി എന്നൊക്കെ ഒരു പാട്ടില്ലേ, ആ സംഭവം ആയിരിക്കും ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ മഴയത്തുള്ള വീടിൻ്റെ ചുറ്റുപാടിൻ്റെ അവസ്ഥ. നമ്മുടെ മെയ്ഡ് എത്തിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരിയിട്ട് നമ്മുടെ വൈപ്പർ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന്. ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തുടയ്ക്കാൻ വലിയ അഴുക്കൊന്നും കാണുന്നുമില്ല. പിന്നെ കുറച്ച് തണുപ്പല്ലേ. എന്തായാലും പുള്ളിക്കാരി പോയതിന് ശേഷം ഞാൻ ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ പറാട്ട ഉണ്ടായിരുന്നു. ഗോബി പറാട്ടയും ആലു പ്യാജ് പറാട്ടയും, അതായത് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ചേർത്ത പറാട്ടയും ഗോബി പറാട്ട, അങ്ങനെ 2 സെറ്റായിട്ട് ഞാൻ പറാട്ട വാങ്ങിച്ചു. ഉച്ചയ്ക്ക് രാക്കി വരുമ്പോൾ ഇത് കൊടുക്കുന്നേ ഉള്ളൂ. ചൂടോടെ 1 മണിയാകുമ്പോൾ അവർ കൊണ്ടുവരും. അപ്പോൾ രാക്കയുടെ ഞാൻ പൊതിഞ്ഞ് അങ്ങനെ വെച്ചിട്ട് രാക്കി വരുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്കൂൻ്റെ ഞാനങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. അവരൊരു 1 മണിയൊക്കെ കഴിയുമ്പോൾ കൊണ്ടുവരും. അങ്കൂന് സിമ്പിളായിട്ട് ഇതേ റൈത്ത വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൂന്തി റൈത്ത, അവന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒത്തിരി ഇഷ്ടമായി ബൂന്തി റൈത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പറാട്ടയും ബൂന്തി റൈത്തയും അവന് കൊടുക്കുകയാണ്. അവൻ കാര്യമായിട്ട് എന്തോ പഠിക്കുകയാണ്. എന്തൊക്കെയോ ഇനി എക്സാമിൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്, അതിൻ്റെ തിരക്കിലാണ് അവൻ. നമ്മുടെ കേക്ക് അപ്പോഴത്തേക്കും ബേക്കായി പുറത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ കേക്കിനെക്കാട്ടിയും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ശരിക്കും ഒരു പാൽ കേക്ക് പോലെ തന്നെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹോട്ട് മിൽക്ക് കേക്കാണ്, ചൂട് പാലാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മളെല്ലാം റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള സംഭവങ്ങളല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കതായിരുന്നു ടെൻഷൻ, കേടാകുമോ. പക്ഷേ ഇല്ല, നല്ല കിടിലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കിയത് ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ്. ന്യൂട്ടല്ലയും ചോക്ലേറ്റ് സിറപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് പാലിലൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞതാണ്, നോർമൽ കേക്കിൽ നിന്നൊരു വ്യത്യസ്ത ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തകർത്ത് മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ച വരെയും. ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ, പഴവും തക്കാളി ബീട്രൂട്ട് നെയ്യ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വിഗ്ഗി വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ. അമുലിൻ്റെ തന്നെ നെയ്യ് വീണ്ടും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ചൂലൊരുവിധം കേടായിരുന്നു, പുൽച്ചൂല്. നമ്മുടെ മെയ്ഡ് പറഞ്ഞു വാങ്ങണേന്ന്. അങ്ങനെ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ ഇനി അത് പുറത്തു കൊണ്ടേ നന്നായിട്ട് തട്ടിക്കുടഞ്ഞിട്ട് തൂക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു സൈസ് പൊടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര അലർജിയാണ്. എനിക്കെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും നല്ല അലർജിയല്ലേ, തുമ്മലും ചൊറിയലും ഒക്കെ വരുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കാനായിട്ട്
ഉള്ളി പൊളിച്ചപ്പോൾ കണ്ടതാണ് എന്ത് ഭംഗിയല്ലേ. അകത്ത് ശരിക്കും ദൈവം ഒരു എന്താ പറയുക പൂ വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയായിരുന്നു. എനിക്ക് മനസ്സായിട്ട് അനുവദിച്ചില്ല അത് പൊളിക്കാനായിട്ട്. എങ്കിലും ഞാൻ അരിഞ്ഞതേ മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഒരു കുക്കർ മുട്ടക്കറി. ഇന്ന് ഫുള്ള് നല്ല മടി ദിവസമായിരുന്നു. മഴ ദിവസം മടി ദിവസം എന്ന് പണ്ട് എവിടെയോ കെട്ടിട്ടതുപോലെ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ മസാലപ്പൊടികൾ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ടെക്സ്ചർ അങ്ങനെ അതായത് ടേസ്റ്റ് ഫ്ലേവർ അതുപോലെ നിൽക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ പച്ചവെള്ളം ആണെങ്കിൽ അത് മാറിപ്പോകും കേട്ടോ. അതാ ഞാൻ പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു. ചപ്പാത്തി ഇതേ ചുട്ട് ഇങ്ങനെ അടുക്കി ഈ രീതിയിൽ അങ്ങ് വെച്ചു. ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് കഴിക്കുക കേട്ടോ. ഇന്ന് എനിക്ക് അറിയില്ല, ആകെ ഒരു മന്ദപ്പും മടിയുമായിരുന്നു. അങ്ങനെ ദേ ചപ്പാത്തിയും മുട്ടക്കറിയും, ഇതാണ് ഡിന്നർ. ഈസി മുട്ടക്കറി. ഡിയേഴ്സ്, നമ്മുടെ കാശ്മീർ ട്രിപ്പ് നമ്മുടെ കേബിൾ കാർ വഴി നമ്മൾ മഞ്ഞുമലയുടെ മുകളിൽ ഇറങ്ങിയത് കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ദേ മഞ്ഞുമലയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എൻട്രൻസ് ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് പോകാം. ദേ പ്രാവും മൈനയൊക്കെ ഇവിടെ ജീവനോടെ നല്ല സുഖമായിട്ട് നടക്കുന്നു. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഗൈഡാണ് അങ്കു സ്കീയിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഗൈഡ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിടിച്ചു. വീഡിയോ ഒക്കെ പുള്ളി എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സൂക്ഷിച്ചു വേണം നടക്കാൻ, കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല. ഞാൻ മൊത്തത്തിൽ 7 പ്രാവശ്യം ഇവിടെ തെന്നി വീണു. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന കുറച്ച് ഐസുള്ള സ്ഥലത്തൂടെയാണ്. ഇനി മഞ്ഞ് നല്ലതായിട്ടുള്ളത് അങ്ങോട്ടും നമുക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ദേ അങ്കുവിനെ സ്കീയിങ്ങിനാക്കിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുക. നല്ല മഞ്ഞ് വീഴുന്നുണ്ടല്ലേ. ഒരുവിധം മഞ്ഞ് വീഴാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കയറിയപ്പോൾ കേട്ടോ. അപ്പോൾ അങ്കുവിന് സ്കീയിങ്ങിൻ്റെ സംഭവം നമ്മുടെ ഗൈഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോനെ തൊപ്പി വെച്ചിട്ടുണ്ട്. അകത്ത് തൊപ്പി വെക്കണം. വാവേ അകത്ത് തൊപ്പി വെക്കണം കുഞ്ഞെ. അയ്യോ കുഴപ്പമുണ്ട്. ഇത് മഞ്ഞ് വീഴുന്ന അവൻ്റെ അകത്ത് വെക്കുന്ന തൊപ്പി എടുത്തു കൂടെ. ഞാൻ പറഞ്ഞതാ വെക്കത്തില്ല ചെക്കൻ. അങ്കു മഞ്ഞ് വീഴുന്നുണ്ട്. नहीं चाहिए मैंने को ना उसको तो रहने दो. वो तो स्नोफॉल हो गया ना स्टार्ट. हाँ वही तो रात गोला नाले यार रात गुफ्ता हाँ रात अने तो टोपी देखिए. നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, മനസ്സിലായോ? ചെവിക്കകത്തൊക്കെ പ്രശ്നം. പിന്നെ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അങ്കു അങ്ങനെ സ്കീയിന്റെ കാര്യമൊക്കെ ഇട്ട് കേട്ടോ. അവര് കൊണ്ടുപോകുള്ളൂ, നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം. ഇത്രയും ഭംഗിയുണ്ടോ ഇതിന്? എന്ത് രസമല്ലേ സംഭവം. വല്ലാത്തൊരു ഭംഗിയാണ്. മഞ്ഞും കൂടെ വീഴാൻ തുടങ്ങിയപ്പോഴേ മുകളിലോട്ട് നമുക്കിനി പോകാം. मेरे को नहीं चाहिए. नहीं मेरे को नहीं चाहिए भाई. नहीं चाहिए. വേണ്ട എനിക്ക് പേടിയാ. മറിഞ്ഞു വീണ് നടു പിടിച്ചാലേ പിന്നെ ആ പ്രശ്നം. അവരെന്നെയും കൂടെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് പേടിയാണ്. നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്. എനിക്കല്ലെങ്കിൽ ഇതിനൊന്നും വലിയ താല്പര്യമില്ല. ജസ്റ്റ് കാണുക വരിക അത്രേ ഉള്ളൂ. അങ്കുനെ വിട്ടിട്ട് നമ്മൾ മഞ്ഞത്തോട്ട് പോവാട്ടോ. സ്കീയിങ് മാത്രമല്ല കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് ജസ്റ്റ് മഞ്ഞിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കണം, അത്രേ ഉള്ളൂ. അവിടെ കുഞ്ഞ് സ്നാക്സും കാവ എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്ന ഒരു സൈസിലെ ഒരു ടീ ആണ്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഓരോന്ന് വാങ്ങിച്ചു. കാവ തന്നെ ചേട്ടൻ കാവ കുടിക്കുന്നവരാക്കെ. ശരിക്കും കഴിഞ്ഞേ നമ്മൾ കൊണ്ടുവന്നത് വളരെ നന്നായി. ഞാൻ പറഞ്ഞില്ല തെന്നി വീഴും. അപ്പം നമ്മൾ മഞ്ഞുള്ള പ്രദേശത്തോട്ട് നടന്നെടുത്തു ഗൈസ്. ഞാൻ കാല് വെച്ചപ്പോൾ തന്നെ കണ്ടോ കുഴിഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകാം. ഒരു പർട്ടിക്കുലർ നമ്പേഴ്സിൽ മാത്രമേ അവർക്ക് കയറത്തുള്ളൂ അറ്റ് എ ടൈം. അപ്പം നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് മഞ്ഞ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് കളിക്കാം. നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ.
മഞ്ഞ് നന്നായിട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മോസം ഖരാബ് എന്നാണ് ബാക്കിൽ നിന്ന് വിളിച്ചു വരുന്നത്. അതായത് നമ്മുടെ കാലാവസ്ഥ മോശമായി തുടങ്ങി, എത്രയും പെട്ടെന്ന് എല്ലാവരും തിരിച്ച് വരാൻ ചിലപ്പോൾ വിളിക്കും. അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കുക എന്നാണ് ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ഏതെങ്കിലും മൂലയിൽ പോയി നിന്ന് അവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഗൈഡ് പക്ഷേ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിയാണ് ഫോട്ടോയൊക്കെ എടുത്ത് തന്നത്. പിന്നെ രാക്കയും കുറച്ച് അതിലേക്കൊക്കെ നടന്നിട്ട് രാക്കയും ഫോട്ടോ എടുത്തു. അപ്പോൾ അങ്കു സ്കീയിങ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗൈഡ് തന്നെ വിളിച്ചുകൊണ്ട് വന്നോളും. അപ്പം ഞാൻ കുറേ സംഭവങ്ങൾ ഉരുട്ടി കളിച്ചു. നമ്മുടെ ഇഗ്ലൂ പോലെ വീട് പോലൊക്കെ ഉണ്ടാക്കാൻ നോക്കി, പേരൊക്കെ എഴുതി. മഞ്ഞ് എവിടെ ഉണ്ടോ പുതിയ ഫ്രഷ് മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്തെല്ലാം പോയി നിന്ന് പിന്നെ കുറച്ച് കഴിച്ചൊക്കെ നോക്കി. മൊത്തത്തിൽ ഐസ് ഫ്രീസ് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്കു വന്നു കേട്ടോ. എടുത്തോ 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 ആ എടുത്തോ എഴുന്നേറ്റോ അങ്കുവിനെയും കുറേ എവിടെങ്ങാണ്ടേക്ക് ഇരുത്തി പുള്ളി തന്നെ കളിപ്പിച്ചു. ഞാൻ ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു പോകുമായിരുന്നു. നമ്മൾ ശരിക്കും ക്ഷീണിച്ചു പോകും. ഈ കാലും നടുവൊന്നും അത്ര വയ്യാത്തവർ കുറച്ച് സൂക്ഷിച്ച് വേണം വരാൻ. നല്ല രീതിയിൽ തന്നെ വീണ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 7 പ്രാവശ്യം വീണു, അങ്കു ഒത്തിരി പ്രാവശ്യം വീണു. രാക്കെ വീഴാതെ മെല്ലെ മെല്ലെ നടക്കുമായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറയാം, ഗൈഡ് ഉണ്ടെങ്കിൽ കുറച്ച് നമുക്കൊരു ഹെൽപ്പാവും. കാരണം നമുക്ക് ശീലമില്ലാത്തല്ല, അവർക്ക് നല്ല ശീലം ഇതൊക്കെ. ഇന്നിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.